ഈ ഞാനേകനാണ് എന്നുള്ള സിനിമയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു പ്രണയവസന്തം തളിരണിയുമ്പോൾ. അത് ശരിക്കും ഞാനും ചിത്രയും കൂടാണ് പാടിയത്. പക്ഷെ പടത്തിൽ വന്നപ്പോൾ ദാസേട്ടനും ചിത്രയായിട്ട് മാറി. അതിന് എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം ഈ പാട്ട് ട്രാക്ക് പാടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതിനകത്ത് ചിത്ര പാടിയ വേറൊരു പാട്ടുണ്ട്. രജനി പറയൂ പൂനിലാവിൻ പരിലാളനത്താൽ നൊമ്പരങ്ങൾ മായുമോ രജനി പറയൂ. ഇത് ചിത്ര അന്ന് കോട്ടണിൽ വന്ന് ആ ഫ്രോക്കൊക്കെ ഇട്ട് പാടുമായിരുന്നു. അപ്പൊ എന്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ, അതിന്റെ തുടക്കത്തിൽ ഒരു ചെറിയ ഒരു ചെലങ്കയുണ്ട്. ആ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ അറിയാം ഒരു എഫക്റ്റ്. ഇത് രസമാണ്, ഇത് ഭയങ്കര രസമുള്ള കഥ കേട്ടോ. ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പൊ ഈ എഫക്റ്റ് വേണം. ചേട്ടൻ പറഞ്ഞു, എടാ അവിടെ ഒരു എഫക്റ്റ് വേണമെന്ന് ഡയറക്ടർ പറഞ്ഞു, അത് വേണം. ഞാൻ പറഞ്ഞു ഏത് എഫക്റ്റ്? അപ്പം ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞ് പണ്ട് എഫക്ട്സിന്റെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഐറ്റം ഇല്ല. അപ്പൊ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി. ഈ പിള്ളേരെ തൊട്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് ആക്കുമ്പോഴത്തെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ കീ കൊടുത്തിട്ട് അത് പക്ഷെ അത് സൂക്ഷിച്ച് റെക്കോർഡിങ് ചെയ്യുമ്പോഴത്തേക്ക് കീ ഇങ്ങനെ ആക്കാൻ പറ്റൂല. പാട്ടിന്റെ തുടക്കമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കീ കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ പിടിച്ചോണ്ടിരിക്കും. എന്നിട്ട് 1 2 3 4 കോഡ് വീഴുമ്പോൾ പതുക്കെ ഇങ്ങനെ വിട്ടുകൊടുക്കും. അപ്പൊ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ. അപ്പൊ അന്ന് എഫക്ട്സ് MG ശ്രീകുമാർ 10 രൂപ കിട്ടി, ചുമ്മാ അല്ല. ആ സമയത്ത് 10 രൂപ ബിഗ് മണി. അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളാണ്. സത്യനന്ദിക്കാട്, പിന്നെ ചേട്ടന്റെ ഒരുപാട് തമാശകള്. ചേട്ടന്റെ പാട്ടുകൾക്കെല്ലാം കുറച്ച് കോറസ് കാണും. അപ്പൊ കാണാൻ കൊള്ളാവുന്നൊക്കെ 10 പെൺപിള്ളേർ കാണുമ്പോൾ ഞാനും ചെറുപ്പമാണല്ലോ, എന്ന് വയ്ക്കാം. അപ്പം നമ്മളവിടെ ചെന്ന് നിന്നുകൊണ്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പം ഉള്ളം തെന്നി പാടുമ്പോഴത്തേക്ക് ഞാൻ ദാസേട്ടനാകാൻ വേണ്ടി ഒരു വെയിറ്റ് കൊടുക്കണമല്ലോ. ഉള്ളം എന്ന് പാടുമ്പോഴത്തേക്ക് നിന്റെ വായിക്കാത്തെന്തോടെ പഴമാണോ? എന്നിട്ട് പൊറോട്ടി പിള്ളേർ ഉടനെ പിള്ളേരെല്ലാം ചിരിക്കുമ്പോൾ ചേട്ടനൊരു സന്തോഷം. ഈ പാട്ട് പാടാൻ എന്നെ വിളിച്ച ജോൺ ചേട്ടനാണ്. ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോണു. മദ്രാസിൽ ഇറങ്ങുമ്പം പ്രൊഡക്ഷന്റെ കാറ് വരും. ആ കാറിൽ കയറുന്നു. നേരെ പ്രസാദ് 70 അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത്. അന്ന് 2 കോൾ ഷീറ്റാണ്, 7 to 1 and 2 to 9. ഈ 7 to 1 സോങ് കഴിഞ്ഞു. ഏകദേശം 1:15 മണിയായി. കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കേട്ടോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു യുഗ്മഗാനം. അത് ഒരു പുതിയ സിംഗറും ചിത്രയും കൂടാണ് പാടിയിരിക്കുന്നത്. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അത്ര ജോൺസേട്ടൻ്റെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ മെലഡി ഡ്യുവറ്റ്സ്. അതും ഇത്തിരി പെപ്പിയാണ്, അങ്ങനെ ഫാസ്റ്റ് നമ്പർ ഒന്നുമല്ല. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ പാട്ട്. അപ്പോൾ എൻ്റെ 2 to 9 ആണ് കോൾ ഷീറ്റ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഊണ് കഴിച്ചു, തമാശ പറഞ്ഞു. കൈതപ്രം സാറുണ്ട്, എല്ലാവരും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2 മണിക്ക് ജോൺസേട്ടൻ തിയേറ്ററിൻ്റെ നടുക്ക് പോയിരിക്കും. അവിടെയാണ് കമ്പോസ് ചെയ്യുന്നത് കേട്ടോ, അല്ല വീട്ടിൽ നിന്ന് കമ്പോസ് ചെയ്തുകൊണ്ട് വരികയല്ല. അവിടെ ചെന്നിരുന്നിട്ട് ഹാർമോണിയത്തിൽ ഇതിൻ്റെ ബി ജി എം എല്ലാം. അപ്പം കീബോർഡിൻ്റെ ഒരാൾ വരും, വയലിൻ്റെ ഒരാൾ വരും, ഋതം എല്ലായിടത്തിൻ്റെ ഓരോരോ ആൾക്കാർ വരും. അവർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഒരു 4 മണിയായപ്പം എൻ്റെ അടുത്ത് വന്നു, ബൂത്തിൽ വന്നു. കൈതപ്രം സാറും വന്ന് പാട്ട് എഴുതിയെടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എഴുതിയെടുത്തു. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും എന്നൊക്കെ പറഞ്ഞ് പാട്ട് എഴുതി. ഈ കണ്ണീർ പൂവിൻ്റെ എന്ന് പറഞ്ഞപ്പോഴെനിക്ക് തോന്നി ഇത് ഒരു ശോകമാണോ, ഇത്തിരി സങ്കടമാണോ. അപ്പോൾ മറ്റേ പാട്ട് എൻ്റെ മനസ്സിൽ കിടക്കുക കേട്ടോ. അപ്പോൾ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പം ജോൺസേട്ടൻ ഇങ്ങനെ പാടി, അതായത് ഇതിൻ്റെ ആക്ച്വൽ ഫീൽ. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർക്കുടം പോലെ കേണു. അപ്പോൾ ഇതെനിക്ക് കേട്ടപ്പോഴത്തേക്ക് എനിക്കിതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് കൈതപ്രം സാർ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞു, ജോൺസേട്ടാ ഒരു കാര്യം, ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ്, പക്ഷെ തിയേറ്ററിൽ കീരിയും പാമ്പുമാണ്, അത് വേറെ കാര്യം. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ജോൺസേട്ടാ ഇത്
ഒരു ഉപകാരം ചെയ്യണം, ഈ പാട്ട് ആ പുള്ളിക്ക് കൊടുക്കുക, എന്നിട്ട് ആ പാട്ട് ആ പാട്ട് ഞാൻ പാടിക്കണം. എടാ ഇത് പാടാ എന്നാ ഞാൻ പറഞ്ഞു. ഇത് എനിക്ക് അങ്ങോട്ട് മനസ്സിലോട്ട് വരും. എടാ നീ ഇത് പാട്. അപ്പോഴത്തേക്ക് കൈതപ്പുറം വന്നു, ലോഹിയേട്ടൻ വന്നു, സിബി വന്നു, എല്ലാവരും കൂടെ വന്നു. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ പാടുമ്പോൾ നമ്മൾ പിന്നെ അതിനകത്ത് പിന്നെ വേറൊന്നും നോക്കത്തില്ല, ആത്മാർത്ഥമായിട്ട് തന്നെ പാടി. പക്ഷേ ഈ താളം ഇതായിരുന്നല്ലോ, അത് വന്ന്. അപ്പോൾ ആ താളം വന്നപ്പോൾ ഈ ജോൺസേട്ടൻ പറഞ്ഞ ഭാവം ഇതിനകത്ത് ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റില്ല. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി, ആ തലോടലിൻ്റെ ഒന്നും അതിനകത്ത് ഒരു ലിമിറ്റ് വരെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ മറന്നു. പിന്നെ ഞാൻ ഗാനമേള ഇതൊക്കെ ആയിട്ട് എൻ്റെ രീതിക്ക് ഞാൻ പോയി. മാസങ്ങൾ കഴിഞ്ഞിട്ട് ഈ പടം റിലീസായപ്പോൾ നോക്കിയപ്പം ഒറ്റ പാട്ടേ ഉള്ളൂ അതിനകത്ത്, ഈ പാട്ട് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആ പാട്ട്? ആരും കേട്ടിട്ടില്ല. ഞാൻ അന്ന് കേട്ടതേ ഉള്ളൂ. അത് വേറെ പടത്തിൽ വന്നിട്ടുമില്ല, വേറൊരു പടത്തിലും വന്നിട്ടില്ല. ആ തിയേറ്ററിൽ തന്നെ ഇപ്പോഴും ഉണ്ട്, 70 തിയേറ്ററിലുണ്ട്. അവര് പടത്തിൽ യൂസ് ചെയ്യാൻ നോക്കിയപ്പോൾ സ്പേസ് ഇല്ലാതെ വന്നപ്പം അത് മാറ്റിയിട്ട് ഈ ഒരു പാട്ടിട്ടിട്ട് ഇതിനകത്ത് തന്നെ ഈ പാർവതി കല്യാണം കഴിച്ച് പോകുന്നു, ആ റൊമാൻറ്റിക് എല്ലാം ഇതിനകത്ത് കൊണ്ടിട്ട് ഒരൊറ്റ പാക്കേജ് ആക്കി. അതിനെ എനിക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി. ഇതാണ് വിധി എന്ന് പറയുന്നത്, തലയെഴുത്തെന്ന് പറയുന്നത്. അണ്ണൻ അത് അന്ന് അവിടെ കഷ്ടപ്പെട്ട് പാടിയിരുന്നെങ്കിൽ, ഞാൻ മറ്റേത് പാടിയിരുന്നെങ്കിൽ അത് അയ്യോ. അതാണ് ഇതിന്റെ ഒരു എന്താണ്, ദൈവം ഓരോന്ന് നമ്മുടെ തലയിൽ എഴുതി വെച്ചു. എനിക്ക് വിത്ത് ഓർക്കസ്ട്ര ശ്രീകുട്ടൻ ചേട്ടൻ അല്ലേ? സാഗരി താരാരര കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. വണ്ടർഫുൾ. Thank you, sir.